എല്ലാവർക്കും നമസ്കാരം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. നാടെങ്ങും ആഘോഷം തുടങ്ങി, പുൽക്കൂടുകൾ ഒരുങ്ങി, നക്ഷത്രങ്ങൾ തെളിഞ്ഞു, കരോൾ സംഘം തെരുവിലും വീട്ടിലുമെത്തി. ശ്രീ യേശുദേവൻ അന്യരുടെ പാപങ്ങൾ പോക്കുവാനായി ദൈവപുത്രനായി ഭൂമിയിൽ അവതരിച്ചു. അന്യരുടെ പാപങ്ങൾക്ക് സ്വയം ഏറ്റെടുത്ത് കുരിശിലേറി. ആ ത്യാഗധനന്റെ ഓർമ്മ നിലനിർത്തുന്ന അദ്ദേഹത്തിന്റെ തിരുപ്പിറവി ആണ് നമ്മൾ ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ഈ സമയത്താണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയെ ആസ്പദമാക്കി ഒരു ടെലിഫിലിം ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് കാത്തിരിപ്പ്. ഈ തിരുനാളത്തിൽ നിന്നും ഉയരുന്നത് വെളിച്ചമാണെങ്കിലും എന്നെ വലയം ചെയ്തിരിക്കുന്നത് അന്ധകാരമാണ്. നിഴൽ പോലെ പിന്തുടരുന്ന ദുരിതങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഇത്തിരി നുറുങ്ങുവെട്ടത്തിനായി കാത്തിരിക്കുകയാണ് ഞാനും എൻ്റെ കാതറിനും. നമ്മുടെ കഥാനായകന്റെ പേര് മാർട്ടിൻ എന്നാണ്. മാർട്ടിൻ ഒരു ചെരുപ്പ് കുത്തിയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഒരു മൺപാത്ര കച്ചവടക്കാരനാക്കിയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം മാർത്താണ്ഡത്തിനടുത്ത് നല്ലൊരു മൺപാത്രങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന ഒരു നല്ല ഗ്രാമമുണ്ട്. അതുകൊണ്ട് ആ ലൊക്കേഷൻ നന്നായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഈ കഥാപാത്രം മാർട്ടിൻ കിട്ടുന്ന പൈസയെല്ലാം ഇങ്ങനെ കള്ള് കുടിച്ച് കളയും. വീട്ടിലെ ഭാര്യ കിടപ്പിലാണ്. തൻ്റെ സഹായിയായി ഉണ്ടായിരുന്ന മകൾ മരിച്ചുപോയി. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് ദൈവത്തോട് ഒരു സ്നേഹവുമില്ല. അങ്ങനെയായിരുന്നു മാർട്ടിൻ. 16, 5, 21, 22. എന്ത് നല്ല മനുഷ്യനായിരുന്നു. ഇപ്പം ആകെ തകർന്നുപോയി. കർത്താവിൻ്റെ ഓരോ കളികളെ മണ്ണിറുക്കത്. ആ, നിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാർട്ടിൻ ഈ ഗതിയിലായി. അങ്ങനെ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയില്ലാതെ മാർട്ടിൻ കഴിയുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, എന്താ വിശേഷങ്ങൾ പറയും? അപ്പം മാർട്ടിൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. യാക്കോബിനറിയാമല്ലോ, സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ജീവിതം. കണ്ടോ പപ്പ? ആ, കൊള്ളാം കൊള്ളാം. പക്ഷേ എൻ്റെ മറിയയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ജീവിക്കാനുള്ള മോഹം വീണ്ടും ഉടലെടുത്തു. എന്നാൽ ആ ജീവിതത്തിനും അധികം ആയുസ്സുണ്ടായില്ല. ഒരു സന്ധ്യയ്ക്ക് ദൈവം എൻ്റെ മോളെയും കൊണ്ടുപോയി. ഒരുപക്ഷെ ഇച്ഛയായിരിക്കാം, ദൈവത്തിൻ്റെ ഇച്ഛയായിരിക്കാം നിന്റെ മകൾ മരിച്ചു പോകാനും ഇങ്ങനെ ഭാര്യ കിടപ്പിലാവാനും. അതുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി ജീവിക്കൂ. അതെങ്ങനെയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നീ ദിവസവും ബൈബിൾ വായിച്ചു നോക്കൂ, നിനക്ക് തീർച്ചയായിട്ടും സമാധാനം കിട്ടും. അങ്ങനെ അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങി.
ആദ്യമൊക്കെ അത്ര രസവും തോന്നിയില്ല. പിന്നീട് അതിൽ ഹരം തോന്നി വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് മാർട്ടിൻ വേറൊരു ആളായി മാറുകയായിരുന്നു. ഞാൻ അറിയാതെ ഒരു അജ്ഞാത ശക്തി എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. ഒരു ദിവസം ബൈബിൾ വായിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അത് ശീമോൻ എന്ന് പറയുന്ന ഒരു പരീക്ഷന്റെ ഭാഗമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ആ ശീമോൻ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കർത്താവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാർട്ടിൻ വിചാരിച്ചു, ഞാൻ ഒരിക്കലും പരീക്ഷനെ പോലെ ആവില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. അന്ന് രാത്രി കിടക്കുമ്പോൾ ഈ മാർട്ടിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. നിന്റെ ആതിഥ്യം സ്വീകരിക്കാൻ ഞാൻ നാളെ നിന്റെ അടുക്കൽ വരുന്നതാണ്. അങ്ങനെ മാർട്ടിൻ പിറ്റേ ദിവസം യേശുവിനെ കാത്തിരിക്കുകയാണ്. പക്ഷേ ആരും വരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് വന്നു. ഓ, നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ. ദാ ഇവിടെ ഇരിക്കൂ. ഇതിനകത്ത് 3 രൂപത്തിലാണ് കർത്താവ് വീട്ടിൽ വരുന്നത്. ഒന്ന് ഒരു കുഞ്ഞായിട്ട്, ആ കുഞ്ഞിന് അദ്ദേഹം പാല് കൊടുക്കും, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കും. അതേപോലെ മറ്റൊരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ഒരു ഓറഞ്ച് മോഷ്ടിക്കുമ്പോൾ ഇദ്ദേഹം പറയും, ആ കൊച്ചുകുട്ടിയോട് ക്ഷമിക്കണം, തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണം. അതുപോലെ മറ്റൊരാൾ ഭയങ്കര തണുപ്പിൽ കയറി വരും, അയാൾക്ക് ഈ മാർട്ടിൻ ബ്ലാങ്കറ്റ് കൊടുക്കും, അതുപോലെ തണുപ്പ് അകറ്റാൻ ഉള്ള സഹായം ചെയ്യും, അതേപോലെ തന്നെ കുടിക്കാൻ കൊടുക്കും. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്. അന്യരോട് കരുണ കാണിക്കണം, അതേപോലെ തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണം, സ്നേഹം കൊടുക്കണം. ഈ രീതിയിലൊക്കെ ഈ കഥാപാത്രത്തെ അല്ലെങ്കിൽ ഈ കഥയെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയും. അന്യരോടുള്ള സ്നേഹം, കരുണ, വിശക്കുന്നവൻ അന്നം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഈ ടെലിഫിലിമിന് തീർച്ചയായും സാധിക്കും. മകനെ മാർട്ടിൻ, ഞാൻ 3 പ്രാവശ്യം നിന്റെ അടുക്കൽ വന്നിരുന്നു. അപ്പോഴൊക്കെയും നീ എനിക്ക് ആഹാരവും ജലവും തന്നു. കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മൺപാത്ര കച്ചവടക്കാരുടെ ഒരു ഗ്രാമം തിരുവനന്തപുരത്ത് മാർത്താണ്ഡത്തിനടുത്തുണ്ട്. അങ്ങനെയാണ് ലൊക്കേഷൻ സെലക്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 2-3 വീടുകളിൽ ആളില്ല, എല്ലാം മണ്ണ് കൊണ്ട് കെട്ടിയ വീടുകളാണ്. അപ്പം വളരെ രസകരമായി തോന്നി. അപ്പോൾ കുറേ മൺപാത്രങ്ങളും അവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഞങ്ങളൊരു സെറ്റൊക്കെ ഉണ്ടാക്കി, ആ ലൈറ്റിംഗ് ഒക്കെ നടത്തി. പക്ഷേ ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇരുണ്ടൊരു മഴ പെയ്തു. ഇതൊരു വലിയ പേമാരിയായിരുന്നു. അപ്പോൾ നമ്മുടെ KSFDCയുടെ, അതായത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ലൈറ്റ് യൂണിറ്റൊക്കെ ആയിരുന്നു. പെട്ടെന്ന് മുഴുവൻ നനഞ്ഞ് ആകെ അന്നത്തെ ഷൂട്ടിങ് മുടക്കി. എനിക്ക് വലിയ സങ്കടമായി സത്യത്തിൽ. പക്ഷേ അടുത്ത ദിവസങ്ങളിലൊന്നും പിന്നെ ആ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഒരു നിമിത്തം. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതിനകത്ത് ഒരു ജോണി മിഖായൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു അഭിനേതാവ്. അദ്ദേഹം ശരിക്കും ആർട്ട് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രൂപഭാവം വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നായകനാക്കിയത്. പിന്നെ ഇത് ക്യാമറമാൻ എന്ന് പറയുന്നത് വിജേഷ് എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത്, വളരെ മിടുക്കനായ ഒരു ക്യാമറമാനായി. അന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പാക്കപ്പ് എല്ലാം പറഞ്ഞ് മുറിയിലോട്ട് പോകുമ്പോഴേക്കും എൻ്റെ പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. അതിനകത്തായിരുന്നു മുറിയുടെ താക്കോലൊക്കെ. അപ്പം ആ ഹോട്ടലുകാർ പ്രത്യേകം പറഞ്ഞിരുന്നു, മുറിയുടെ താക്കോല് സൂക്ഷിച്ചോണം, ഞങ്ങളിൽ വേറെ ഇല്ല. അത് താഴെ പോയി, രാത്രിയാണ്, എന്താ ചെയ്യുക? ഞങ്ങളാകെ വിഷമിച്ചു. ആ എല്ലാ സന്തോഷവും അവിടെ തീർന്ന പോലെ തോന്നി. പക്ഷെ എന്താണെന്നറിയാൻ മേല, പെട്ടെന്ന് ഞാൻ നിലത്ത് തപ്പുമ്പോൾ ഉടനെ അത് കിട്ടി. അങ്ങനെ ഒരു ചെറിയ സംഭവം. ഇതിനകത്ത് വേറെ കാര്യം പറയാതെ പറ്റിയില്ല. അലിയാർ സാർ, പ്രൊഫസർ അലിയാർ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, സാറാണ് ഈ ജോണിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്, നായകൻ ഡബ് ചെയ്തിരിക്കുന്നത്. സാറ് അതിനകത്തൊരു പാട്ടുണ്ട്, മണ്ണ് നമ്പിനേലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. സാറ് പറഞ്ഞ് ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല, പക്ഷെ സാറ് വളരെ നന്നായിട്ടത് പാടി.
மண்ணு நம்பிலேலே வித்திருக்குது, வித்து நம்பிலேலே நாம் இருக்குது. மண்ணு நம்பிலேலே வித்திருக்குது, வித்து நம்பிலேலே நாம் இருக்குது, വിത്ത് നമ്പിലേലേ നാം പെറുക്കത്. ഈ കഥയിൽ യേശു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ആ യേശുവിന് ശബ്ദം കൊടുത്തത് എൻ്റെ സുഹൃത്ത് അനൗൺസറും നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ രഞ്ജിത്താണ്. രഞ്ജിത്ത് വി ഗോപാൽ. അദ്ദേഹം ഈ പഴശ്ശിരാജ സിനിമയ്ക്ക് ആ വില്ലന് വോയിസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിശാന്ത് സാഗറിന് ജോക്കർ സിനിമയിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്. മാത്രം ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം വോയിസ് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ക്യാമറ വർക്കും സൗണ്ട് മിക്സിങ്ങും എസ് സുരേഷ് ബാബുവിൻ്റെ എഡിറ്റിങ്ങും. കെ ബിജേഷിൻ്റെ ക്യാമറയും ലൈറ്റിങ്ങും അസലായിട്ടുണ്ട്. സീനിയർ എഞ്ചിനീയർ എ അനിൽകുമാറിൻ്റെയും പ്രൊഡക്ഷന് വലിയ ഹെൽപ്പ് ചെയ്ത എ ഹരികുമാറിൻ്റെയും സംഭാവന വിലപ്പെട്ടത് തന്നെ. സൗണ്ട് മിക്സ് ചെയ്തത് ഈ രംഗത്ത് ശ്രദ്ധേയനായ ദൂരദർശനിലെ മാത്യു ഇരാളിയാണ്. ഇങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു ശ്രമഫലമായിട്ടാണ് ആ പ്രോഗ്രാം വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ മുഴുവൻ കാണണം. ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും മുഴുവൻ കാണണം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ 2024 ആവാനായി. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. അതിനൊക്കെ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് എഴുതണം. ഈ കമൻസ് എല്ലാം എനിക്ക് വളരെ പ്രധാനമാണ്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത്.